പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യത്തില് ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വങ്ങളെയും എല്ലാ അവസ്ഥകളെയും, ഞങ്ങൾ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, അടിമത്തങ്ങള്, ബന്ധനങ്ങള്, രോഗപീഠകള്, തകർച്ചകള്, തടസ്സങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയില് മക്കളെയോർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കള്, ഒത്തിരിയേറെ മാതാപിതാക്കളാണ് കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി വിളിച്ച് കരയുന്നത്. കർത്താവേ, മക്കളുടെ കണ്ണുനീരും നൊമ്പരവും നെടുവീർപ്പും വിലാപവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ ഇടപെടല് ദൈവമേ, അങ്ങയുടെ ശക്തിയും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും പ്രകടമാക്കി വലിയ വിജയവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുകുടുംബത്തിന്റെ വലിയ കൃപയുടെ സമൃദ്ധി ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ട് ഈശോ വളർന്ന പോലെ ഞങ്ങളുടെ മക്കളും വളരുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര രഹസ്യങ്ങൾ നിറച്ച് ദൈവമായ കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും, ഞാൻ ഓർക്കുക ഒത്തിരി മക്കളാണ് അച്ഛനെ വിളിക്കുന്നത്. മിക്കവാറും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വാട്സാപ്പിലുള്ള മെസ്സേജുകൾക്കൊക്കെ അച്ഛന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അനേക മക്കൾ അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി പറയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി ശുശ്രൂഷകളും പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ നിങ്ങൾ കാണാനൊന്നും പറ്റാറില്ല. ഞാൻ എല്ലാവരോടും പറയും, രണ്ടാഴ്ച കൺവെൻഷന് വരിക. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വാരാന്ത്യ ധ്യാനമാ. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് അവസാനിക്കും. 2 ദിവസം കർത്താവിന്റെ കൂടെ വന്നിരുന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, അടിസ്ഥാനത്തെക്കുറിച്ച്, അതിസ്വാഭാവികമായ കൃപകളെ കുറിച്ച്, പൈശാചിക പീഡകളെ കുറിച്ച്, അതോടൊപ്പം തന്നെ കർത്താവ് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര രഹസ്യങ്ങളെ ഓർത്ത് ആ മഹത്വത്തിന്റെ സമ്പന്നത കൈവരിച്ചുകൊണ്ട് കുടുംബവൃക്ഷത്തെ, തലമുറകളെ വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ട് സ്വർഗത്തിന്റെ കരുത്തോടെ മുന്നോട്ട് പോകുന്ന ശക്തീകരണ വിടുതൽ ധ്യാനമാണ് നമ്മുടെ ധ്യാനം. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാ മക്കളും ഒന്ന് പങ്കെടുക്കുക. ഇന്നിവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. 17-ാം തീയതി വെള്ളിയാഴ്ചയായ ഇന്ന് ധ്യാനം ആരംഭിക്കുകയാണ് ഇവിടെ. അതോ നിങ്ങൾ പ്രാർത്ഥിക്കുക, സാധിക്കുന്നവരെ പങ്കെടുക്കുക. അടുത്ത ധ്യാനം ഈ മാസം 31-ാം തീയതി മുതൽ ഫെബ്രുവരി 1, 2 തീയതികളിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടോക്കിന്റെ അവസാനം ഈ വർഷത്തെ മുഴുവൻ ധ്യാനങ്ങളുടെ ചാർട്ട് നമ്മുടെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ അവസാനം കണ്ട് സമയം കണ്ടെത്തി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലിയ കൂട്ടായ്മ ഒരു ദിവസം 6000-7000 പേരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മുടങ്ങാതെ. അത്രയും വലിയ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വീണ്ടും അച്ഛൻ പറയാം, മാക്സിമം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ വളരണം, വർദ്ധിക്കണം. അതിനുവേണ്ടി പങ്കുവെക്കുക, ഷെയർ ചെയ്യുക, അനേക മക്കളോട് പറയുക. അങ്ങനെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള് ഇന്ന് നിയന്ത്രണം വിട്ട് അടിമത്തത്തിൽപ്പെട്ട് ബന്ധിക്കപ്പെട്ട് തകർക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്രമാത്രം തിന്മ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അനേകം മാതാപിതാക്കൾ വിളിച്ച ഒരു മേഖലയാണ്. നമുക്കറിയാം, മൊബൈലിന്റെ പിടിയിൽ അടിമപ്പെട്ടു പോയ മക്കൾ. മൊബൈലിന്റെ അടിമത്തം ഏത് മദ്യത്തെക്കാളും ഏത് ഡ്രഗിനേക്കാളും ഈ ലോകത്തിൽ എന്ത് വശീകരണ ശക്തിയെക്കാളും വലിയ അടിമത്തമാണ് ഇന്ന് ഈ കാലഘട്ടത്തില് മൊബൈൽ വരുത്തി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. 24 മണിക്കൂറും ഈ മൊബൈൽ അടിമത്തത്തിൽ. എന്തിനാ അമ്മച്ചി പറയാ, മോൻ ലോക്കി പഠിച്ചോണ്ടിരിക്കുക, നിയമം പഠിച്ചോണ്ടിരിക്കുക.
ആ മകനും പരീക്ഷയുണ്ട്, ഒത്തിരിയേറെ പഠിക്കാൻ കഴിവുണ്ട്. പക്ഷെ നാളുകളായിട്ട് 24 മണിക്കൂറും എന്ന പോലെ ഈ മൊബൈലിന് അടിമത്തം. പരിപടവരെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരിലുള്ള വശീകരണ ശക്തികള്, ഇതിന്റെ പേരിലുള്ള പൈശാചികതകള്, ഇതിന്റെ പേരിലുള്ള ഡാർക്ക് വെബ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ലോകത്തിന്റെ പൈശാചിക ശക്തികൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, വശീകരണങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഗെയിമുകള്, കളികള്, റീലുകള്, സിനിമകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ, ദൈവത്തെ അകറ്റിക്കളയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു വലിയൊരു കാര്യമാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ നമ്മൾ കാണുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് റീഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ മൊബൈൽ തുറക്കുമ്പോൾ തന്നെ ഇത് അങ്ങോട്ട് കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഹൊറർ ഫിലിം, മൂവീസ് ഇഷ്ടപ്പെടുന്ന മക്കൾ കാണുന്നവരാണെങ്കിൽ അവർ തുറക്കുമ്പോൾ തന്നെ ഈ ഹൊറർ മൂവീസ് ഇങ്ങനെ വരും. ഇനി കോമഡി ആണെങ്കിൽ കോമഡി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമായിട്ട് ബന്ധപ്പെട്ട എന്താണോ കാണുന്നത്, ഇപ്പൊ ട്രാവൽ ബ്ലോഗ് ആയിരിക്കാം, ഭക്ഷണത്തെ കുറിച്ചായിരിക്കാം, കറങ്ങാൻ പോണതായിരിക്കാം, പബ്ബുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തുമാകട്ടെ, എന്താണോ കാണുന്നത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊന്നൊന്നുമില്ല, 100 കണക്കിന് കാണും തോറും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് കഴിഞ്ഞു അടുത്തത്, അത് കഴിഞ്ഞു അതിന്റെ താഴെ അടുത്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളും റീലുകളും കാര്യങ്ങളും കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ വശീകരിച്ച് ഈ അടിമത്തത്തിൽ പെടുത്തുന്ന വലിയ പൈശാചിക ശക്തിയും ഈ മൊബൈൽ അടിമത്തത്തിലൂടെ കടന്നു വന്നു. ഗെയിമുകൾ പറഞ്ഞു, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദിവസങ്ങൾ ഒത്തിരി പേരെ വിളിക്കും. അതുകൊണ്ട് നമ്മൾ ഈ മേഖലയ്ക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വചനമുണ്ടല്ലോ, യെശയ്യാ 49:24-25 വചനങ്ങൾ. ശക്തരിൽ നിന്നും ഇരയെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയും മോചിപ്പിക്കാൻ കഴിയുമോ? കർത്താവ് പറയാ, കഴിയും. ശക്തരിൽ നിന്ന് അടിമകളെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെയും ഞാൻ മോചിപ്പിക്കുകയും നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വചനം വെച്ച് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവേ, ഞങ്ങളുടെ മക്കൾ ഈ മൊബൈലിന് അടിമത്തത്തിലാ. അനേക മക്കള്, ഇനി മക്കളെ കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മുടെ കാര്യമൊക്കെ തന്നെയാ. നമ്മളെന്തെങ്കിലും കണ്ടു തുടങ്ങിയല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ വന്നുകൊണ്ടിരിക്കും. അച്ഛന്മാരാണ്, അമ്മച്ചിമാരാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ മൊബൈലിന്റെ പൈശാചികത അതിശക്തമായിട്ട് അടിമപ്പെടുത്തി കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൈശാചിക ബന്ധനത്തെ നമ്മൾ ബഹിഷ്കരിക്കുകയും മാത്രമല്ല, യാക്കോബ് 4:7 പറഞ്ഞ പോലെ പിശാചിനെ ചേർത്ത് നിൽക്കുവാനും അവൻ നിങ്ങളെ വിട്ടോടിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ല, പിശാചിനെ ചേർത്ത് നിൽക്കുന്നില്ല. മക്കള് മാത്രമല്ല കേട്ടോ, അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ കുടുംബങ്ങളും നമ്മളൊക്കെ ഈ ഒരു തലത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നമുക്കറിയാലോ, എവിടെ നോക്കിയാലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും യാത്രയിലാണെങ്കിലും എല്ലാവരുടെ കയ്യിലും ഫുൾ ടൈം ഈ പൈശാചികമായ ഈ മൊബൈൽ അടിമത്തം അതിശക്തമായിട്ട് കീഴ്പ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പോരാട്ടം തുടങ്ങണം. നമ്മളോട് തന്നെ നമ്മുടെ കുടുംബത്തില് ഈ പൈശാചിക ശക്തികൾ വിട്ടുപോകാൻ വേണ്ടി ഈ അടിമത്തത്തിന് മോചനം പ്രാപിച്ച് ദൈവത്തോടടുത്ത് പിശാചിനെ ചേർത്ത് നിന്നുകൊണ്ട് ഈ അടിമത്തത്തെ തകർത്തെറിയാനുള്ള വലിയ അഭിഷേകം, കൃപ നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ ഞങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കള്, പഠനം മുടങ്ങി പോകുന്ന മക്കള്, പരീക്ഷയാണ്, പരീക്ഷയുടെ സമയത്ത് പോലും മൊബൈൽ അടിമപ്പെട്ടു പോയ മക്കള് അറിയാതെ കൈവരുക, ഉറക്കമില്ല, 24 മണിക്കൂറും ഉറക്കമില്ലാണ്ട് ഭക്ഷണമില്ലാണ്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഭക്ഷണം കഴിക്കുന്നവർ തന്നെ അടുത്ത കയ്യിൽ സാധനം അടിമത്തത്തിലേക്ക് പോയി. എന്തുമാത്രം മക്കള് ഇത് കേട്ട് അതിനുശേഷം വരുന്ന വയലൻസ്, അനുസരണക്കേട്, വാശി, ഒത്തിരിയേറെ ഒച്ചപ്പാട്, ബഹളം, വലിച്ചേറ്, തല്ലിപ്പൊളി, പിന്നെ പഠനമില്ല, ഉറക്കമില്ല, അലസത, ഡിപ്രഷൻ, നിരാശ, പിന്നെ അങ്ങനെ പോണ ഓരോ മേഖലകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മൊബൈലിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായ തീരുമാനമെടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് അത്യുന്നത ശക്തിയാൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ട് ഈ അഭിഷേകത്തില് ഈ തിന്മയെ പരാജയപ്പെടുത്താൻ, ഈ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കർത്താവേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അടിയട്ടെ, ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ.
അടിമത്തത്തില് ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ആരാധനയില് ദൈവികാന സന്നിധിയില് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ചങ്കാണ് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളുടെ മക്കളെ ഈ അടിമത്തം മോചിപ്പിക്കണം, വിടുവിക്കണം, സ്വതന്ത്രരാക്കണം. എന്നിട്ട് അങ്ങയുടെ ശക്തിയാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് വലിയ അഭിഷേകത്തില് പഠിക്കാനും എല്ലാ കാര്യങ്ങളും ഉണർവോടെ ചെയ്യാനും. ഇതിനെ പിടിപ്പെട്ടു പോയ എപ്പോഴും അന്തിപ്പ്, ഒരു ഉഷാറില്ല, ഒരു ഉണർവില്ല, അലസത, ചതഞ്ഞ് ഈ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾക്ക് പോവാ. പിന്നീട് അങ്ങോട്ട് മറ്റു പലതിലേക്കും തോൽവി, ഡിപ്രഷൻ, നിരാശ, ഒരു എങ്ങുമെത്തത്തില്ല, ഗതി പിടിക്കത്തില്ല. അങ്ങനെ പോണ എത്രയോ മക്കള്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അടിമത്തത്തിൽ നിന്ന്, ഈ മൊബൈലിന്റെ പിടിയിൽ നിന്ന് കർത്താവ് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ മഹാകരുണയ്ക്കും ശക്തിയും വേണ്ടി വലിദാഹത്തോടെ ദിവ്യാനുസരണത്തിൽ പ്രാർത്ഥിക്കാം. മക്കളെ ചെന്നമ്മേ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യേശോയെ, സർവാധിപനും സർവശക്തനുമായ കർത്താവെ, ഞങ്ങളുടെ ഏകരക്ഷകനെ, ഞങ്ങളുടെ വിമോചകനെ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകുവാൻ വേണ്ടി വന്ന കർത്താവെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും പ്രത്യേകമാവിധത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തില്, ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കൾ അടിമപ്പെട്ട് കിടക്കുന്ന മൊബൈലിന്റെ കരാളഗ്രസ്തത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, അവിടെ തോറ്റുപോയ, കീഴ്പ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോയെ ദിവ്യകാരുണ്യ സന്നിധിയില് അങ്ങയുടെ സർവാധിപത്യത്തിലേക്കും അങ്ങയുടെ പരമാധികാരത്തിലേക്കും അങ്ങയുടെ രക്ഷാകര ശക്തിയിലേക്കും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ മക്കൾ അടിമപ്പെട്ടു പോയ മൊബൈല്, ഗെയിമുകള്, സിനിമകള്, ചില റീലുകള്, പല പല പൈശാചികമായ ഹൊറർ ഫിലിമുകള്, പൈശാചികമായ പല പല കാര്യങ്ങള് ഈശോയെ അതിലേക്ക് അടിമപ്പെട്ടു പോയി മണിക്കൂറുകള്, ദിവസങ്ങള് കർത്താവേ, പ്രാർത്ഥനയില്ല, പഠനമില്ല, ജോലിയില്ല, അലസതയിലും മടിയിലും ഉറക്കം പോലും ഇല്ലാതെ ഈ അടിമത്തത്തിൽ പെട്ടുപോയ ഞങ്ങളുടെ മക്കളെ ഈശോയെ അടിമത്തത്തിന് മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ നാമത്തില് യെശയ്യാ 49:24-25 വചനശക്തിയാൽ ശക്തൻ അടിമത്തത്തിൽ നിന്ന്, ഇരയായി പോയ അവസ്ഥയിൽ നിന്ന്, കെണിപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന്, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, കീഴ്പ്പെട്ടു പോയ, കീഴടങ്ങിപ്പോയ അവസ്ഥയിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തണമേ. അങ്ങ് പറഞ്ഞില്ലേ, നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കുമെന്ന് ലേവ്യരുടെ പുസ്തകം 26:13 അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ. ഈശോയെ, കൂനിപ്പോയ മക്കള്, നിവർന്ന് നിൽക്കാൻ പറ്റാത്ത മക്കള്, ഒരു ഉണർവില്ലാതെ, ശക്തിയില്ലാതെ, പഠിക്കാതെ തോറ്റുപോകുന്ന മക്കള്, അകപ്പാടെ കൂനിപ്പോയിരിക്കുന്നു കർത്താവേ. ആ മുഖത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തണമേ എന്ന് അങ്ങയുടെ വാഗ്ദാനത്തില് ഉറപ്പിച്ചുകൊണ്ട് അങ്ങല്ല പറഞ്ഞ്, ഞാൻ നിവർത്തി നിർത്തും, ഞാൻ സ്വാതന്ത്ര്യം നൽകും, ഞാൻ മോചിപ്പിക്കും, ഞാൻ രക്ഷിക്കും അങ്ങ് പറഞ്ഞ വാഗ്ദാനത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോചിപ്പിക്കണമേ, വിടുവിക്കണമേ, സ്വതന്ത്രരാക്കണമേ ഈശോയെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തം സാത്താന് ഏറ്റവും ഭയമുള്ള ആയുധമായ അങ്ങയുടെ രക്തം, അമൂല്യ രക്തം, രക്ഷാകര രക്തം, ജീവദായകമായ രക്തം ഈശോയെ ശിരസ് മുതൽ പാദം വരെ ഒഴുകട്ടെ. ചിന്തയില്, മനസ്സില്, ആഗ്രഹങ്ങളില്, വികാരങ്ങളില്, ആസക്തികളില്, തോന്നലുകളില് ഈശോയെ അങ്ങേ രക്തത്തിന് ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യാനീശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങ് മോചിപ്പിക്കണം. ഒത്തിരി വേദനിക്കുന്ന മാതാപിതാക്കള് മക്കളുടെ അവസ്ഥയില് കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തില് 24 മണിക്കൂറും മൊബൈലിൽ പെട്ട് പഠിക്കണില്ല, പള്ളി പോണില്ല, പ്രാർത്ഥനയില്ല, അനുസരണമില്ല, ഭയങ്കര ദേഷ്യം, ഭയങ്കര വാശി, നശീകരണ ശക്തികള്, പ്രവൃത്തികള് കർത്താവേ, ഒത്തിരിയേറെ മക്കളെ ഓർത്ത് ഈ അവസ്ഥയിൽ വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര്
വേദനകള്, നൊമ്പരങ്ങള്, നെടുവീർപ്പുകള് ഈശോയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ അംഗീകരിക്കാതെ, അങ്ങയോട് പ്രാർത്ഥിക്കാതെ, അങ്ങയോട് ചതു നിൽക്കാതെ ഞങ്ങളുടെ മക്കൾ ജീവിച്ചപ്പോ ഇന്ന് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും അങ്ങ് പലതിനെ വിട്ടുകൊടുത്തു. നാശത്തിന് വിട്ടുകൊടുത്ത പോലെ കർത്താവേ, തകർന്നടിയുന്ന മക്കള് അങ്ങയെ അംഗീകരിക്കാതെ, അങ്ങയെ സ്നേഹിക്കാതെ, റോമ 1 പറഞ്ഞ പോലെ ദൈവത്തെ അംഗീകരിക്കുന്നത് മോശമായി കരുതിയത് നിമിത്തം അനുചിതമായ പ്രവൃത്തികൾക്കും അധമ വികാരങ്ങൾക്കും ദൈവം അവരെ കൈവിട്ടു. കർത്താവേ, ഞങ്ങളെ വിട്ട് കളയരുതേ, ഞങ്ങളെ നാശത്തിന് വേണ്ടി ഉപേക്ഷിക്കരുതേ. കർത്താവേ, ഒരു വലിയ വിടുതലും വലിയ സ്വാതന്ത്ര്യവും അങ്ങയുടെ മക്കൾക്ക് നൽകി മോചിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ അത് മാത്രമേ ഞങ്ങൾ ആശ്വാസമുള്ളൂ. കർത്താവേ, അങ്ങയുടെ ആ വലിയ കരുണ, ആ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു, ആ കരുണയിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു, ആ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അത് പറഞ്ഞില്ലേ, എന്റെ കരുണ നിരില്ലാത്ത കടല് പോലെയാണ്. ആ കരുണ കടലിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥകളോടുകൂടി, അടിമത്തത്തോടുകൂടി, ഈ മൊബൈലിന്റെ പിടിയോടുകൂടി സമർപ്പിക്കുന്നു. കർത്താവേ, ആ കരുണക്കടലിൽ അങ്ങയുടെ രക്ഷ, തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും കോട്ട കെട്ടിയുള്ള സംരക്ഷണം, കഴുകി വിശുദ്ധീകരിച്ച ശക്തി, വിടുതൽ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനീശോയെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ അണിപ്പാടേറ്റ കരങ്ങൾ കൊണ്ട് അങ്ങയുടെ യുവത്വ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ സൗഹൃദം, സ്നേഹം, സമാധാനം, സംതൃപ്തി, സന്തോഷം എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പറ്റില്ല. അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സ്നേഹം, സമാധാനം, സന്തോഷം അത് അങ്ങേക്ക് മാത്രമേ നൽകൂ. മദ്യത്തെ തരാൻ പറ്റില്ല, മൊബൈലിന് തരാൻ പറ്റില്ല, ഗെയിമിന് തരാൻ പറ്റില്ല, കറങ്ങാൻ പോയാൽ അത് ലഭിക്കത്തില്ല, ഭക്ഷണം കഴിച്ചാൽ ലഭിക്കത്തില്ല, കൂട്ടുകൂടിയാൽ ലഭിക്കത്തില്ല, ജനിക സുഖം കിട്ടിയാൽ ലഭിക്കത്തില്ല. അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഞങ്ങളുടെ മക്കൾ അതിൽ നിന്നൊക്കെ ഈ അടിമത്ത് മോചനം പ്രാപിക്കാൻ അതല്ലാതെ വേറെ വഴിയില്ല. കർത്താവേ, അങ്ങേക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിൽ നിറഞ്ഞ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ മക്കളെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ചും ഈ മൊബൈലിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ സമർപ്പിച്ച് ദിവ്യാസന്നിധിയിൽ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് നിശബ്ദമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇപ്പോൾ എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. അടിച്ചമർത്തവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ശക്തി, മോചനം നൽകുന്ന ശക്തി, സൗഖ്യം നൽകുന്ന ശക്തി, വിടുതൽ നൽകുന്ന ശക്തി, സൗഖ്യം നൽകുന്ന ശക്തി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവഹിക്കട്ടെ. ഈശോയെ, ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, അവസ്ഥകളിലേക്ക് അങ്ങയുടെ ശക്തി ഇപ്പോൾ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് പ്രവഹിക്കട്ടെ. ലൂക്കാരെ 19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സുഖമാക്കപ്പെട്ടു. ആ രക്തസാമ്രാജ്യ സ്ത്രീയിലേക്ക് അങ്ങയിൽ നിന്ന് പ്രവഹിച്ച ശക്തി ഇപ്പോൾ എല്ലാ മക്കളും വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. ദിവ്യകാരുണ്യ ശക്തിയിൽ, കുരിശുമരണ ശക്തിയിൽ
യേശുനാമത്തിന്റെ ശക്തിയിൽ ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, സമാധാനം, സന്തോഷം, സംതൃപ്തിയാൽ നിറയപ്പെടട്ടെ യേശുനാമത്തിൽ. ആമേൻ.